السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, നമസ്കാരം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ ദർസുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിന്റെ മുന്നോടിയായിട്ടുള്ള ത്വഹാറത്ത്, ശുദ്ധീകരണം, അതാണ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ തയമ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഖുഫൈ തടവുന്നതുമായി ബന്ധപ്പെട്ട ചില മസലകളാണ്. എന്താണ് ഖുഫൈ തടവുക എന്ന് പറഞ്ഞാൽ? ഖുഫ എന്ന് പറഞ്ഞാൽ എന്താ? സോക്സ്. നമ്മുടെ സോക്സിന്, ഇന്നത്തെ സോക്സിനോട് സാമ്യം വരുന്നതാണ് ഖുഫ. ശരിക്കും ഖുഫ എന്ന് പറഞ്ഞാൽ സോക്സുകളല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജിൽദ് കൊണ്ട്, തൊലി കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കാൽമടുന്നതാണ് ഖുഫ എന്ന് പറഞ്ഞാൽ. അത് വളരെ കട്ടിയുള്ളതായിരിക്കും, സോക്സിനേക്കാൾ നല്ല കട്ടിയുള്ളതായിരിക്കും. ഖുഫ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഷൂസ് ഇടുന്ന ആവശ്യമില്ല, അതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നടക്കാനൊക്കെ പറ്റും. ആ രൂപത്തിലുള്ളതാണ് ഖുഫ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഖുഫയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ റോഡ് പണിക്കാരുടെ ഗംബൂട്ട് എന്നൊക്കെ പറയും, അല്ലാണ്ട് 6 പണിക്കാരുടെ കയറിക്കുന്ന ഷൂസ് ഉണ്ടല്ലോ, ആ റബ്ബറിന്റെ, അതാണ് ശരിക്കും ഖുഫയോട് ഇന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാധനം. അപ്പൊ ഇതാണ് ഖുഫ എന്ന് പറഞ്ഞാൽ. അത് കാലിങ്ങനെ നല്ല വലിഞ്ഞു മുറുക്കി കിട്ടും, അത് അഴിക്കാനും അതുപോലെ കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ്. ഇതാണ് ഖുഫ. എന്താണ് ഖുഫയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്? അത് അറിയാത്തവർക്ക് വേണ്ടി പറയണം. അടിസ്ഥാനപരമായി ഖുഫയുടെ മുകളിൽ തടവലാണ്. അഥവാ ഒരാൾ ഖുഫ ധരിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് വുളു എടുക്കുന്ന സമയത്ത്, അയാൾ വുളു എടുത്ത് ഖുഫ ധരിച്ചു, പിന്നീട് വുളു മുറിഞ്ഞാൽ പിന്നെ വുളു എടുക്കുന്ന സമയത്ത് അയാൾക്ക് ഖുഫ അഴിച്ച് കാലുകൾ കഴുകേണ്ടതില്ല. ഖുഫയുടെ മുകളിൽ തടവിയാൽ മതിയാകുന്നതാണ്. അപ്പൊ അതാണ് ഖുഫൈ തടവലുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ. ഖുഫൈ തടവുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, സ്വഹാബാക്കൾ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂറുനാ ഇദാ കുന്നാ സഫർ, ഞങ്ങൾ യാത്രയായിരുന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുമായിരുന്നു, അല്ലാ നൻസിഅ ഖിഫാഫനാ തലാത്തത അയ്യാമിൻ വലയാലിഹിന, 3 ദിവസം ഞങ്ങൾ ഖുഫ അഴിക്കേണ്ടതില്ല, 3 രാത്രികളും 3 പകലുകളും ഖുഫ അഴിക്കേണ്ടതില്ല. ഇല്ലാമിൻ ജനാബത്തിൻ, ജനാബത്ത് സംഭവിച്ചാൽ ഒഴികെ. ഇപ്പൊ ജനാബത്ത് സംഭവിച്ചാൽ, വലിയ ശുദ്ധി സംഭവിച്ചാൽ ഖുഫ അഴിക്കണം. വലാകിൻ മിൻ ബൗലിൻ വഗായിത്തിൻ വനൗമിൻ, എന്നാൽ ഉറക്കം, മലമൂത്രം, ഇതൊക്കെ ചെറിയ ശുദ്ധികളാണ്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഖുഫയുടെ മുകളിൽ തടവിയാൽ മതി. ഇതാണ് ഖുഫൈ തടവാൻ എന്നതിനുള്ള തെളിവ്. ഈ ഖുഫൈ തടവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില മസാലകളുണ്ട്. ഇപ്പൊ നമ്മൾ സോക്സുമായി ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ സോക്സിലേക്ക് ചേർത്ത് എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഖുഫയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഖുഫ അത് തടവുമ്പോൾ അത് ശരിയാക്കണമെങ്കിൽ, അല്ലെങ്കിൽ തടവാൻ നമുക്ക് ചില നിബന്ധനകളുണ്ട്, അതിന്റെ ഷുറൂത്തുകൾ, നിബന്ധനകൾ. അതിലൊന്ന്, ഖുഫ ധരിച്ചിട്ടുള്ളത് ശുദ്ധിയോടുകൂടിയായിരിക്കണം. ഖുഫ ധരിച്ചിട്ടുള്ളത് ശുദ്ധിയോടുകൂടിയായിരിക്കണം. ഒരാൾ വുളൂ ചെയ്തതിന് ശേഷമായിരിക്കണം ഖുഫ ധരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അയാൾക്ക് ഖുഫയുടെ മുകളിൽ തടവൽ അനുവദനീയമായിട്ടുള്ളത്. വുളൂ എടുക്കാതെയാണ് ഒരാൾ ഖുഫ ധരിച്ചിട്ടുള്ളത് എങ്കിലോ അയാൾക്ക് ആ ഖുഫയുടെ മുകളിൽ തടവൽ അനുവദനീയമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്വഹാബി വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്, റസൂൽ വുളൂ കൊടുക്കുകയാണ്. അപ്പൊ കാല് കഴുകുന്ന സന്ദർഭത്തിൽ സ്വഹാബി എന്ത് ചെയ്തു, ഖുഫ അഴിക്കുന്നതിന് വേണ്ടി കുനിഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമ, അതിനെ നീ വിട്ടേക്ക്, ഇന്നീ അദ്ഖൽതുഹുമ ത്വാഹിറത്തൈൻ, ഞാൻ ധരിച്ചിട്ടുള്ളത്
ശുദ്ധിയായ അവസ്ഥയിലാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ മുകളിലൂടെ തടവിയാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു ശുദ്ധിയോടെ എന്ത് ചെയ്യണം? ഖുഫ ധരിക്കണം. രണ്ടാമത്തത് ഖുഫകൾ രണ്ടും ശുദ്ധിയുള്ളതായിരിക്കണം. അപ്പൊ നമ്മൾ ധരിച്ചിട്ടുള്ള ഖുഫ നെജസോണ്ട് ഉണ്ടാക്കിയതാണെങ്കിലോ പറ്റൂല, അല്ലെങ്കിൽ ഖുഫമ നെജസ് ഉണ്ടെങ്കിലോ പറ്റൂല. അപ്പൊ ഖുഫ അത് രണ്ടും ത്വാഹിറായതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം. മൂന്നാമത്തത് ചെറിയ അശുദ്ധി അതിൽ നിന്ന് ശുദ്ധിയാകുന്ന അവസ്ഥയിലാണ് ഖുഫയിൽ തടവൽ അനുവദനീയമായിട്ടുള്ളത്. ഒരാളുടെ ഖുഫ ധരിച്ചു, കീഴ്വായി പോയി, ചെറിയ ശുദ്ധിക്കാരനാണ്. ഇനി ഒതു എടുക്കുമ്പോൾ അയാൾക്ക് ഖുഫയിൽ തടവാം. എന്നാൽ ഒരാൾ ജനാപത്തുകാരനായി, അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ ഹൈലുകാരിയായി, നിഫാസുകാരിയായി, അത് വലിയ ശുദ്ധിയാണ്, കുളി നിർബന്ധമായ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഖുഫയിൽ തടവൽ അനുവദനീയമല്ല. ആ അവസ്ഥയിൽ ഖുഫ അഴിച്ചു വെച്ച് അവർ കാലുകൾ കഴുകി രണ്ടാമത് ഒതുകൊടുത്ത് പിന്നെ ആൾക്ക് ഖുഫ ധരിക്കാൻ അനുവദനീയമായിട്ടുള്ളൂ. അവസാനത്തെ ശർത്തുകൾ 3 ശർത്തുകൾ പറഞ്ഞു. നാലാമത്തെ നിബന്ധന മതം അനുവദിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ നിന്നായിരിക്കണം ഖുഫയിൽ തടവേണ്ടത്. മതം അനുവദിക്കപ്പെട്ട സമയപരിധിക്ക് ഉള്ളിൽ നിന്നായിക്കൊണ്ടേക്കണം ഖുഫയിൽ തടവേണ്ടത്. അപ്പൊ എത്രയാണ് സമയം, എത്ര വരെയാണ് നമുക്ക് തടവാൻ അനുവാദമുള്ളത്? അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ജഅല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലാഅത അയ്യാമിൻ വലയാലിയഹുന്ന ലിൽമുസാഫി വയൗമൻ വലിയതൻ ലിൽമുഖീം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത് യാത്രക്കാരന് 3 രാത്രിയും 3 പകലും, നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് 1 രാത്രിയും 1 പകലുമാണ്. അപ്പൊ യാത്രക്കാരന് ഖുഫയിൽ തടവാനുള്ള ഇളവ് 3 രാത്രികളും 3 പകലുകളുമാണ്. നാട്ടിൽ നിൽക്കുന്ന ആൾക്കും അത് അനുവദനീയമാണ്. അയാൾക്ക് ഖുഫയിൽ തടവാനുള്ള ഇളവ് 1 ദിവസം, 1 രാത്രിയും 1 പകലുമാണ് അയാൾക്ക് ഖുഫയിൽ തടവാനുള്ള ഇളവുള്ളത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഇത് പാലിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഖുഫയിൽ തടവൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഖുഫയിൽ തടവൽ മുറിയുന്ന നവാഖിദുൽ മസ്ഹ്, ഖുഫയിൽ തടവൽ മുറിയുന്ന 3 അവസ്ഥകളുണ്ട്. 3 അവസ്ഥകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖുഫയിൽ തടവൽ നമുക്ക് അനുവദനീയമല്ല. അതിൽപ്പെട്ട ഒന്നാമത്തത് ഒരാൾക്ക് കുളി നിർബന്ധമായ അവസ്ഥയുണ്ടാവും. കുളി നിർബന്ധമാകുന്ന അവസ്ഥയുണ്ടായാൽ അഥവാ വലിയ ശുദ്ധിക്കാരനായാൽ പിന്നെ ഖുഫയിൽ തടവൽ അനുവദനീയമല്ല. രണ്ടാമത്തത് പിന്നെ ഖുഫയിൽ തടവുക എന്നതിന്റെ ആ സമയം മുറിയും. നമ്മൾ പറഞ്ഞില്ലേ 3 ദിവസം വരെയാണ് യാത്രക്കാരൻ, നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് 1 ദിവസമാണ്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഖുഫ അഴിച്ച് കാലുകൾ കഴുകി പിന്നെ ഖുഫ ധരിച്ച് പിന്നെ തടവാൻ പറ്റുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഖുഫയിൽ തടവൽ അനുവദനീയമല്ല. മൂന്നാമത്തത് ഖുഫ അഴിച്ചാൽ അതോടുകൂടി ഖുഫയിൽ തടവൽ നഷ്ടപ്പെട്ടു. ഒരാൾ ഖുഫ ധരിച്ചു, പിന്നെ അയാൾ എന്ത് ചെയ്തു? ഖുഫ അഴിച്ചു, പിന്നെ അയാൾക്ക് ഖുഫ ധരിച്ചതിന് മുൻകൂർ തടവാൻ പറ്റില്ല. പിന്നെ അയാൾക്ക് രണ്ടാമത് വുളു എടുത്ത് അയാൾ ഖുഫ ധരിക്കണം. അപ്പൊ ഖുഫ അഴിച്ചാൽ അതോടുകൂടി ഖുഫയിൽ തടവുക എന്ന ഇളവ് നഷ്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെ 3 അവസ്ഥകളാണ് ഖുഫയിൽ തടവൽ നഷ്ടപ്പെടൽ ഉണ്ടാകുന്നത്. ശരി, ഇനി നമുക്ക് ആത്മീക മസലയിൽ നമ്മുടെ സോക്സുകൾ അത് ഖുഫയിലേക്ക് ചേർത്ത് മനസ്സിലാക്കാൻ പറ്റുമോ? അഥവാ സോക്സുകൾ ഖുഫയുടെ ഈ ഇളവിലേക്ക് ചേർക്കാൻ പറ്റുമോ? ഇപ്പൊ പറഞ്ഞ പോലെ സോക്സിന്റെ മുകളിൽ തടവാൻ പറ്റും. 13ഓളം സ്വഹാബാക്കളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ് സോക്സിന്റെ മുകളിൽ തടവൽ അനുവദനീയമാണ്. നമ്മുടെ ഖുഫയിൽ തടവുന്നപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് സോക്സിന്റെ മുകളിൽ തടവൽ അനുവദനീയമാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സോക്സ് നല്ല തിന്നായ സോക്സ് ഉണ്ടാവില്ലേ, നല്ല കട്ടി കുറഞ്ഞ സോക്സ്. ചിലപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ ശരീരത്തിന്റെ തൊലി കാണും. അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അതിലേക്ക് കുറച്ച് വെള്ളമായാൽ തന്നെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കാല് നനയും. ആ രൂപത്തിലുള്ള സോക്സ് ആവാൻ പാടില്ല. കുറച്ച് കട്ടിയുടെ സോക്സ് ആയിരിക്കും, കുറച്ച് കട്ടിയുടെ. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാലിന്റെ തൊലി കാണാൻ പാടില്ല. അതുപോലെ തന്നെ അതിട്ട് കഴിഞ്ഞാൽ അതിനെ കുറച്ച് വെള്ളമായാലും ഉള്ളിലേക്ക് എത്താൻ പാടില്ല. അതുപോലെ ആ സോക്സ് ഒക്കെ നമുക്ക് നടക്കാൻ പറ്റണം. ചിലപ്പോൾ നല്ല കട്ടി കുറയുന്ന സോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റത്തുകൂടെ നടക്കാൻ പറ്റില്ല, ആകെ കല്ലുത്തിയിട്ട് നമുക്ക് നടക്കാൻ കഴിയില്ല. അങ്ങനത്തെ സോക്സുകൾ ആവാൻ പാടില്ല.
അപ്പൊ ശരീരത്തിന്റെ നിറം മറക്കുന്ന അഥവാ തൊലി കാണാത്ത നല്ല കട്ടിയുള്ള സോക്സുകളാണ് എങ്കിൽ ആ സോക്സ് ധരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സോക്സ് എന്ത് ചെയ്താൽ മതി, അതിന് മുകളിലൂടെ തടവിയാൽ മതി. അത് അഴിച്ചു വെച്ച് അയാൾക്ക് കഴുകേണ്ട ആവശ്യമില്ല, അതിന് മുകളിലൂടെ തടവിയാൽ മതി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ നിബന്ധനകളൊക്കെ അതിൽ എന്ത് ചെയ്യണം, പാലിച്ചിരിക്കണം. അപ്പൊ ഒരാൾ സോക്സ് ധരിച്ചിട്ട് ഇപ്പോ ആംഗിൾ സോക്സ് എന്ന സോക്സ് ഉണ്ടല്ലോ, നേരത്തെ നെരിയാണി വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ സോക്സുകൾ ഹുഫ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് കീറിയിരിക്കണം. അത് വുളുവിന്റെ കാലിൽ നനയേണ്ട ഭാഗങ്ങൾ ഫുള്ള് മറച്ചിരിക്കും, നല്ല കീറിക്കും. അതുപോലത്തെ സോക്സ് ആയിരിക്കണം. അഥവാ വുളുവിന്റെ കാലിൽ നനയേണ്ട അവയവങ്ങൾ മുഴുവൻ മറിഞ്ഞിരിക്കണം. ഇപ്പൊ കാലിൽ നനയാന്ന് നമുക്കറിയാം, വെല്ല മുതൽ നെരിയാണി വരെ ആ മണപ്പ് വരെ എന്ത് ചെയ്യണം, മുഴുവൻ ഭാഗം തന്നെയാണ്. അപ്പൊ ആ ഭാഗം മുഴുവൻ മറിഞ്ഞ സോക്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ചില സോക്സുകൾ ഉണ്ടോ, ഓട്ടോട്ടന്റെ സോക്സുകളൊക്കെ മോഡൽ, അങ്ങനത്തെ സോക്സുകളൊന്നും അനുവദിക്കില്ല. കാരണം കാലിന്റെ വുളുവിന്റെ വെള്ളം തട്ടേണ്ട കാലിന്റെ ഭാഗങ്ങൾ ഏതൊക്കെ ഉണ്ടോ ആ ഭാഗങ്ങൾ മുഴുവൻ മറിഞ്ഞു നിൽക്കുന്ന സോക്സ് ആയിരിക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ഷൂസിന്റെ മുകളിൽ തടവാം, ഷൂസിന്റെ മുകളിലും തടവാം. പക്ഷെ ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്തിരിക്കണം. ഷൂസ് എന്തായിരിക്കണം, വുളുവിന്റെ അവയവം തട്ടുന്ന കാലിന്റെ ഭാഗം മുഴുവൻ മറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ നിബന്ധനകളുണ്ട്, ആ നിബന്ധനകളൊക്കെ ഒത്തുവരുന്ന രൂപത്തിലാണെങ്കിൽ ഷൂസിന്റെ മുകളിലും തടവാം, സോക്സിന്റെ മുകളിലും തടവാം. അതൊക്കെ അനുവദനീയമാണ്. ഇതാണ് ഹുഫൈ തടവലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നമ്മള് ഓരോരുത്തര് നമസ്കരിച്ചു, നമസ്കരിച്ചതിന് ശേഷമാണ് നമ്മള് ഈ സോക്സ് കിട്ടുന്നത്. ഇല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ നമ്മള് എപ്പോഴാണ് നമുക്ക് ഹുഫ ധരിച്ച, നമ്മൾ പറഞ്ഞ 3 രാത്രി 3 പകലും അത്ര വരെ സമയമില്ല. അപ്പൊ ഈ 3 രാത്രിയും ഈ 3 പകലും എങ്ങനെയാണ് തീരുമാനിക്കുക? അപ്പൊ നിങ്ങൾ ചോദിച്ചതുപോലെ നമ്മൾ സോക്സ് ഇടുന്ന സമയം അത് മുതലാണോ സമയം ആരംഭിക്കുക? അതല്ല, നമ്മൾ വുളു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തടവും, അത് മുതലാണോ സമയം ആരംഭിക്കുക? അതല്ല, നമ്മൾ നിസ്കരിക്കും, സോക്സ് ധരിച്ച് ആദ്യ നിസ്കാരം നിർവഹിക്കും, അത് മുതലാണ്, ഏത് മുതല സമയം ആരംഭിക്കുക? അതിൽ ഏറ്റവും ചോദിച്ചത് മനസ്സിലായി, അതനുവദനീയാണ്, അതനുവദനീയാണ് നമ്മൾ പറയുന്നത്. അത് കുറച്ച് കഴിഞ്ഞാൽ കാലിന്റെ ഒതുകൊടുത്ത ഉടനെ തന്നെ സോക്സ് ഇടണമെന്ന് ശബ്ദമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് സോക്സ് ഇട്ടാലും അത് അനുവദനീയാണ്. എങ്ങനെ വുളുവിലായിരിക്കണം, അതാണ് നിർബന്ധം. അപ്പൊ നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ഇതിന്റെ സമയം ആരംഭിക്കുക? സമയം ആരംഭിക്കല് നമ്മൾ എപ്പോഴാണോ തടവ് ആദ്യമായിട്ട് തടവിയത് അത് മുതൽ സമയം ആരംഭിക്കുക. ഇപ്പൊ ഒരാള് 8 മണിക്ക് വുളു എടുത്തിട്ട് സോക്സ് ഇട്ടു, ഹുഫ ഇട്ടു, അയാള് പുറത്തേക്ക് പോയി, 10:30 മണിയായപ്പോൾ അയാളുടെ വുളു പോയി. പിന്നെ അയാൾ ദുഹറിന്റെ സമയത്ത് നിസ്കരിക്കാൻ കയറി. അങ്ങനെ 12 മണിക്കാണ് അയാൾ ആദ്യമായിട്ട് തടവുന്നത്. അപ്പൊ അയാളുടെ സമയം ആരംഭിച്ചത് 12 മണിക്കാണ്. വുളു പോയ സമയം, സോക്സ് ഹുഫ ധരിച്ച സമയം, ഇതൊന്നും പരിഗണിക്കേണ്ട. എപ്പോഴാണോ അയാൾ ആദ്യമായി തടവിയത് അത് മുതലാണ് അയാളുടെ സമയം ആരംഭിക്കുന്നത്. തടവിൽ അത് അവസാനിച്ചു. ഹുഫൈൽ തടവേണ്ട രൂപം എങ്ങനെയാണ്? ഹുഫൈൽ തടവേണ്ട രൂപം അടിഭാഗത്ത് നിന്ന് മുകളിലേക്കാണ് തടവേണ്ടത്, അടിയിൽ നിന്ന് മുകളിലേക്ക്. അപ്പൊ വിരല് മുതൽ ഇങ്ങനെ മുകളിലേക്കാണ് തടവേണ്ടത് 1 പ്രാവശ്യം. അത് വലത്തെ കൈ കൊണ്ട് വലത്തെ കാല് തടവാം, ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ കാല് തടവാം. ശരി, ഇത് നമുക്ക് അടുത്ത മസാല വേണ്ട, മുകൾ ഭാഗത്ത് മാത്രമാണ് തടവേണ്ടത്, താഴെ ഭാഗത്ത് തടവേണ്ട ആവശ്യമില്ല. അല്ലാഹു